ശ്രീ ആയൂർ ബിജു, തുടക്കത്തിലെ തന്നെ കാര്യങ്ങൾ പാളുന്നോ എന്നൊരു സംശയം. മദ്യത്തിൽ തെന്നി വീഴുമോ? അതാണ് പലപ്പോഴും അപകടം പിടിച്ചിട്ടുള്ള കാര്യങ്ങൾ. വീര്യം കുറഞ്ഞ മദ്യമാണ് ഇപ്പോൾ ഇവരെ കൂടുതൽ വീര്യമുള്ളവരാക്കി മാറ്റുന്നു എന്ന് സംശയം. അത് വീര്യം കുറവോ കൂടുതലോ എന്നുള്ളതല്ല. ഇവിടെ ഇവരുടെ മദ്യനയം എന്താണ്? പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലും AK ആന്റണിയുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന നിലപാടിലേക്ക് അവർക്ക് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5-10 വർഷക്കാലമായി കേരളത്തിൽ നടത്തുന്ന നിലപാടുകൾ മദ്യവുമായി ബന്ധപ്പെട്ട് ഇവരുടെ നിലപാടനുസരിച്ച് 29 ബാറുണ്ടായിരുന്ന 900 മാറ്റപ്പെട്ടു. ഞങ്ങൾ അംഗീകരിക്കുന്നു, സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ ഒരു മാസമായല്ലോ, ഈ 900-നെ 29-ലേക്ക് കൊണ്ടുവരുവാൻ ഇവർ തയ്യാറുണ്ടോ? ഉണ്ടോ? ഇനി ബാർക്ക് കോഴ നമുക്കറിയാം, അതിൽ ആരൊക്കെ പ്രതിയായിരുന്നു നമുക്കറിയാം. കള്ളുഷാപ്പുകൾ നിർത്തിയ കാലഘട്ടത്തിലാണ് AK ആന്റണിയുടെ ഗവൺമെൻറ് താഴെ പോയത്. ഇതിന് ഇവർക്ക് ഇവർ ഈ ഒരു മാസത്തിനകത്ത് ചാരായ ഷാപ്പുകൾ നിർത്തലാക്കി. ഇതുകൊണ്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ പോട്ടെ, ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു മാസമായി. ഈ ഒരു മാസത്തിനകത്ത് വലിയ പല നിയമങ്ങളും ഇവർ പാസ്സാക്കി. സമാനമായി ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെ സമാനമായി ഇവർക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? തമിഴ്നാട്ടിലൊരു ഗവൺമെൻറ് ഉണ്ട്, TVK ഗവൺമെൻറ്, വിജയ്. അവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 559 560 ബാറുകൾ ഈ ബിവറേജ് അടയ്ക്കപ്പെട്ടു. എന്തേ? അദ്ദേഹം അധികാരത്തിൽ വന്ന് ഒരു മാസത്തിന് മുന്നേ എന്തുകൊണ്ട് ഇവിടുത്തെ സംസ്ഥാന മന്ത്രിയായിരിക്കുന്ന K ലിജുവിന് ഇത് നടത്താൻ സാധ്യമാകുന്നില്ല? ആര് എതിര് പറയുന്നു? കഴിഞ്ഞ 5 വർഷക്കാലം 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത നിലപാടുകൾ തെറ്റായിരുന്നു എന്ന് പറയുമ്പോൾ ആ നിലപാടുകളെ ഇവർ പിന്തുടർന്ന് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? നിലപാടെടുക്കട്ടെന്നേ. എടുത്ത് നാളെ മുതൽ കേരള സംസ്ഥാനത്തിലെ ബിവറേജ് കോർപ്പറേഷനുകൾ അടച്ചിടുവാനും ഇവിടുത്തെ ബാർ ഹോട്ടലുകൾ നിർത്തലാക്കാനും തീരുമാനമെടുക്കട്ടെ. ഇനി ഒരു ആരോപണമുണ്ട്, ബാർ ഹോട്ടലിലെ സമയം നീട്ടിക്കൊടുത്തു. എനിക്ക് തോന്നുന്നു അത് ഇടതുപക്ഷ സർക്കാർ. അതെ, ഇടതുപക്ഷ സർക്കാർ നീട്ടിക്കൊടുത്ത നിലപാടുകൾ തെറ്റായത് കൊണ്ടാണല്ലോ ഒരു പുതിയ ഗവൺമെൻറ് വന്നത്. ആ ദിവസം, അതേ ദിവസം ഇവർ അധികാരമേറ്റ ദിവസം അവർക്ക് പറയാം, സമയം ഞങ്ങൾ 9 മണി വരെ ആക്കിയിരിക്കുന്നു, ബാർ ഹോട്ടലുകൾ 9 മണിക്ക് ശേഷം പ്രവർത്തിക്കുന്നു. എന്തേ ചെയ്യാത്തത്? ഇതിൽ എനിക്ക് തോന്നുന്നു ഏതോ ഒരു മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ എതിർത്ത ഒരു പദ്ധതിയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഇതെന്തേ അവർ ചെയ്യാത്തത്? തമിഴ്നാടിനെ മാതൃകയാക്കിക്കൂടെ? ഇന്നത്തെ ലേറ്റസ്റ്റ്, ഇന്നത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള ജവാൻ മദ്യം ഒരു 10-15 ദിവസമായിട്ട് നിർത്തിവെച്ചേക്കാതെ ഉൽപ്പാദനം. എനിക്ക് തോന്നുന്നത് തിരുവല്ലയിലാണെന്ന് തോന്നുന്നു. ആ ജവാൻ മദ്യത്തിൻ്റെ ഉൽപ്പാദനം ഇന്നു മുതൽ ആരംഭിക്കുന്നു. പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, ഒരു മിന്നൽ. ആ മിന്നലിനും ഇവർ പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ്. എന്തെന്ന് പറയണ്ടേ? കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായം മുതലെടുത്തുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന ജവാൻ മദ്യവും ഈ മിന്നൽ മദ്യവും ഞങ്ങൾ ഉൽപ്പാദനം നിർത്തിവെക്കുന്നു. അങ്ങനെ പറയാതെ ജനങ്ങളുടെ കണ്ണിൽ എങ്ങനെ മണ്ണിട്ട് പോകാനായിട്ട് സാധ്യമാകും? ഇനി വീര്യം കൂടിയ മദ്യം ആർക്ക് വേണ്ടിയാ? ബെക്കാഡി കമ്പനിക്ക് വേണ്ടി. നമ്മൾ കേട്ട പേരാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക ബെക്കാഡി എന്ന് പറയുന്ന ഒരു കമ്പനി ഇങ്ങനെ മദ്യ മേഖലയിൽ ഉണ്ട് എന്ന്. ആ ബെക്കാഡി കമ്പനിക്ക് വേണ്ടി അവരാണ് ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കുന്നത്. അവർക്ക് വേണ്ടി ടാക്സ് എക്സംഷൻ കൊടുക്കുന്നു, അത് ഏത് തരത്തിലും ഉപയോഗിക്കാമെന്ന് പറയുന്നു, എപ്പോഴും ഉപയോഗിക്കാമെന്ന് പറയുന്നു. അതിൽ ആരാണ് പ്രതി? മുഖ്യമന്ത്രി മാത്രമാണ്. നമ്മൾക്ക് കയ്യിലുള്ള രേഖകൾ പ്രകാരം ഇതുവരെ മുഖ്യമന്ത്രിയുടെ പേര് മാത്രമേ വരുന്നുള്ളൂ. ഇനി എപ്പോൾ എന്ത് ചെയ്യുന്നു? ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ മാത്രമല്ല, അങ്ങനെ നിലപാടുണ്ടെങ്കിൽ ഞങ്ങൾ UDF അത് ആലോചിച്ച് പെരുമാറുമെന്ന്. പക്ഷേ എന്താണ്, ഇപ്പോഴും അതിന് വ്യക്തതയില്ല. ഈ വീര്യം കുറഞ്ഞ മദ്യവും വീര്യം കൂടിയ മദ്യവും എന്താണ് വ്യത്യാസം? എനിക്ക് മനസ്സിലാവുന്നില്ല.
വീര്യം കൂടിയ മദ്യത്തിൽ വെള്ളമൊഴിച്ചാൽ അത് വീര്യം കുറഞ്ഞതായിട്ട് മാറും. അങ്ങനല്ലേ? ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ചപ്പം ഈ സൾഫൂരിക് ആസിഡിനകത്ത് മറ്റെന്തെങ്കിലും ലായനി കലർത്തുമ്പോൾ അത് ഹൈഡ്രജൻ പെറോക്സൈഡിൽ മറ്റൊരു ലായനി കലർത്തുമ്പോൾ അതിന് വീര്യം കുറഞ്ഞു വരും. സമാനമല്ല ഇതും. ഏതെങ്കിലും ഒരു റമ്മ്, ഇപ്പം അത് ജവാൻ അല്ലെങ്കിൽ മിന്നൽ എന്ന് പറഞ്ഞ് ആ ജവാനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ അതിന് വീര്യം കുറയും. സമാനമല്ലേ ഇവർ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത്? ഇവർ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ വീര്യം കുറഞ്ഞ മദ്യം പ്രകടന പത്രികയിലുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പം ഇത് ഇവരുടെ എന്താണ് ഒരു രാഷ്ട്രീയപരമായി സമ്പത്തുണ്ടാക്കാനുള്ള ഒരു ഭരണത്തിൻ്റെ മറവിൽ ബെക്കാഡിയെ കമ്പനിയെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ചിട്ട് ഗവൺമെന്റിന് ആവശ്യമായ, പാർട്ടിക്ക് ആവശ്യമായ സമ്പത്തുണ്ടാക്കാനുള്ള ഒരു കുറുക്ക് വഴിയായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധ്യമാകും. പക്ഷേ ഈ കർണാടക ലോബിയുമായിട്ട് എന്തോ ബന്ധമുണ്ടോ ഇതിനകത്ത്? കർണാടക ലോബിയുടെ കാര്യം പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയൊക്കെ പണ്ട് കർണാടകയിൽ ഉണ്ടായിരുന്നു. കർണാടകയിലെ ചാർജൊക്കെ അദ്ദേഹം വഹിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും നമുക്കതിനെ നിഷേധിക്കാൻ പറ്റില്ല. കേരളത്തിലെ ജനങ്ങൾ സംശയത്തോടുകൂടി അതിനെ വീക്ഷിച്ചാൽ തള്ളിക്കളയാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. അവിടെയാണല്ലോ, കർണാടകയാണല്ലോ ഇതിൻ്റെ എന്താണ് മദ്യ ഉൽപാദനത്തിൻ്റെ വലിയ ഒരു മേഖല. കർണാടകയിൽ അവർ ഭരിക്കുന്നു, കോൺഗ്രസ് ഭരിക്കുന്നു. അതിലൊരു ബി ടീമായിട്ട് കേരളവും വന്നാൽ ഇതിനെ ഒരു മദ്യത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാൻ ഉള്ള ശ്രമമായിരിക്കും ഫസ്റ്റ്. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം എന്ന നിലയിൽ കർണാടകയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായ എത്ര പേരുണ്ട് അവിടെ മദ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്? അവരുൽപ്പാദിപ്പിക്കുന്ന മദ്യത്തെ കേരളത്തിൽ കൊണ്ടുവന്ന് വീര്യം കുറഞ്ഞ മദ്യം എന്ന നിലയിൽ വിറ്റ് സമ്പന്നരാകാൻ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ചിന്തിക്കുന്നു. നമുക്ക് ആലോചിക്കേണ്ടി വരും. അപ്പോൾ ഇലക്ഷൻ ഫണ്ടിന് വേണ്ടി ഒരു നീക്കം നടത്തി. ഇലക്ഷൻ ഫണ്ടും നാളുകളിലേക്ക് കോൺഗ്രസിൻ്റെ കയ്യിൽ ഫണ്ട് കുറവാണ്. നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ടൊക്കെ വന്നപ്പം ഈ ഇലക്ട്രൽ ബോണ്ട് കൂടുതലും കിട്ടിയത് BJPക്കാണ്, കോൺഗ്രസിന് കുറവാണ് കിട്ടിയത്. അപ്പം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നാളുകളിലേക്ക് ഒരു പണം സ്വരൂപിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് എന്ന് ആരെങ്കിലും ദോഷൈക ദൃക്കുകൾ പറഞ്ഞാൽ നമുക്കതിനെ നിഷേധിക്കാൻ സാധ്യമാകില്ല. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരുപക്ഷെ ഈ അവസരത്തിൽ KCയുടെ ഒരു കളിയും കൂടി ഇതിനകത്തുണ്ടോ? അല്ല, KCയുടെ കളി എന്ന് പറഞ്ഞാൽ KCയുടെ കയ്യിൽ നിന്നൊക്കെ പിടി പോയല്ലോ. അതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അത് ഒരു പരിധി വരെ. അല്ല, KCയെ സംബന്ധിച്ച് വേറൊരു കാര്യമുണ്ട്. കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക്, ദേശീയ പാർട്ടിയിലേക്ക് സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത പുള്ളിക്കുണ്ട്. തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇവർക്ക് നിലനിൽക്കണമെങ്കിൽ സമ്പത്തുണ്ടാകണം. അങ്ങനെ പാർട്ടിക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം KCക്ക് കൂടി ഉണ്ട്. അതിന് മാർഗങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളത് നമ്മൾ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ വരുന്ന അവസരത്തിൽ ഇത് ഇവിടുത്തെ സർക്കാരിന് തന്നെ ഒരു വലിയ തിരിച്ചടിയായിട്ട് തീർച്ചയായിട്ടും വരാനുള്ള സാധ്യത. ഇപ്പം പ്രിയപ്പെട്ട ഇവിടുത്തെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തൂഫാൻ നടപ്പിലാക്കുന്നു രാജ്യത്ത്. ഇതിനെ തൂഫാൻ എന്ന് പറയുന്നതിനെ നടപ്പിലാക്കുമ്പോൾ ഇതൊരു മറ്റൊരു തരത്തിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. നമ്മളതിനെ മുൻവിധിയോട് കൂടി കാണണം. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമായി മാറും. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊരു വലിയ ഒരു ഭീഷണിയായി മാറും എന്നുള്ളത് യാതൊരു കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, വീര്യം കുറയ്ക്കാൻ നമുക്കാകും. അപ്പോൾ ആ വീര്യം കുറയ്ക്കുന്നതിന് പകരം വീര്യം കുറഞ്ഞത് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. ജീനാസാനം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു 10 തുള്ളി മദ്യത്തിനകത്ത് വെള്ളമൊഴിച്ച് ഡൈലൂട്ട് ആക്കുന്നതിന് തുല്യമായിട്ട് ആ വെള്ളമൊഴിച്ച മദ്യം കൊണ്ടുവരുന്നു. ഇത് ജനങ്ങളിലേക്ക് വരുന്നു. കൂടിയ വിലയ്ക്ക് അവർ വാങ്ങിക്കുന്നു. വെള്ളത്തിൻ്റെ വിലയ്ക്ക് പകരമായിട്ട് അത് അവർ വാങ്ങിക്കുന്നു, അവർ ഉപയോഗിക്കുന്നു. അപ്പം ഇത് കേരളത്തിലെ ജനങ്ങളിൽ വലിയ ഒരു ആശങ്ക ഉണ്ടാക്കും. കുടുംബ ബഡ്ജറ്റിനെ ഇത് വല്ലാതെ ബാധിക്കും. ഇപ്പം ഈ പറയുന്ന എന്താണ് വാഹനങ്ങളുടെ ഇന്ദിരാഗാന്ധി ഇതനുസരിച്ച് വാഹനങ്ങൾക്കുള്ളിൽ KSRTCയിൽ സൗജന്യ യാത്ര കൊടുക്കുന്നു. സമാനമായി ആ യാത്ര അനുഭവിക്കുന്നവൻ പോയി ഈ വീര്യം കുറഞ്ഞ മദ്യം മേടിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഭവന ബഡ്ജറ്റ് നഷ്ടപ്പെടുമെന്ന് താളം തെറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.